ഒന്നാമത് എലിമിനേറ്റ് ആയവര് പിന്നെ അവര് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ വന്നിട്ട്. എനിക്കതാണ് ചിരി വരുന്നത്. ഇന്നലെ രാത്രി വലിയ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു. അവരെന്ത് ചെയ്താലും അതിവിടെ ഡസൻ മാറ്റർ. നീ ചെയ്യുന്നത് ലൈക് ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസ് 7 പേര് ചെയ്യുന്നതാണ് മാറ്റർ. ഞാൻ നോക്കട്ടെ, ഇന്നലെ രാത്രി എന്റെ വാ അടപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ മിണ്ടാതിരുന്നോടെ മൗനം വലിച്ചു, ശരിയാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ വന്നിട്ട് അപ്പാനി വന്നിട്ട് കുറെ സോറി ഒക്കെ പറഞ്ഞു. എനിക്ക് ഇതിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ, പിണക്കം ഇല്ല, അതൊന്നും മനസ്സിൽ വെക്കരുത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിയേ. ഇപ്പൊ വന്നിട്ട് പറയല്ലേ നീ എന്തിനു ചിരിക്കുന്നത്, നീ പറഞ്ഞു കേട്ടില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാണിക്കുന്നത്. എനിക്കത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നത്. ഉച്ചയ്ക്ക് വന്നിട്ട് രാവിലെ വന്ന് സോറിയൊക്കെ പറഞ്ഞ് എനിക്ക് പറയാൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, വിട്ട് ഓക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് പറയുക നീ ചിരിക്കരുത്, നിന്നെ മൂലയ്ക്ക് ഇരുത്താളൊക്കെ എന്റെ കയ്യിലുണ്ട്, എന്തൊക്കെയാ പറയണേ. അയാൾക്കും കൂടെ നാണക്കേടാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ, വെറുതെ വന്ന് വഴക്കുണ്ടാക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇത് ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങിച്ചു പിടിക്കുകയാണ്. ഞാൻ ഒരു 3-4 ദിവസം ഉള്ളത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, പോട്ടേന്ന് വിചാരിച്ച്. വെറുതെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ആരുമായിട്ട് വഴക്കുണ്ടാക്കണ്ട, ഒരു സന്തോഷത്തോടെ ഇറങ്ങാം, എന്റെ സന്തോഷത്തിനകത്താ ഒന്ന് ഇറങ്ങാം, ആരും വഴക്കുണ്ടാക്കാതെ ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുമ്പോ ചുമ്മാ വന്ന് ഇങ്ങനെ ചൊറിയാണ്. എക്സിറ്റ് ആവുന്നത് ഓരോ ബാച്ച് വൈസ് ആയിരിക്കും. ഫസ്റ്റ് ബാച്ച് മറ്റന്നാളല്ലേ, മറ്റന്നാളൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ കാര്യമുള്ളൂ. ഇത് ശരിക്കും നല്ല നല്ല ആ ഒരു ആൾക്കാരുമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ റീവിസിറ്റ് ചെയ്യാനുള്ള ടൈമായി. തവണ എല്ലാരും കൂടെ വന്നിട്ട് അങ്ങനെ അല്ലാതെ വഴക്കുണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇവർക്ക് പുറത്ത് എന്തോ നെഗറ്റീവ് എന്തോ സംഭവം ഉണ്ട്. അത് വെള്ളം പൂശാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതൊന്ന് മാറി കിട്ടണം. ഒന്നല്ല പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വെക്കട്ടെ. അവർക്ക് ഗെയിം കഴിഞ്ഞു കിട്ടല്ലേ അവർക്ക്. അപ്പൊ ഇതൊരു ആവശ്യമില്ലാത്തൊരു സ്ക്രീൻ സ്പേസ് ഇപ്പൊ അങ്ങനെ ഇതിനു വേണ്ടിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്കറിയത്തില്ല എന്തിനാണ് അവരിങ്ങനെ കാണിക്കുന്നത്. ഒരു 5 മിനിറ്റത്തേക്കുള്ള സ്ക്രീൻ സ്പേസ്, അതിന്റെ അപ്പുറം ഒരു രീതിയിലും അത് മുന്നോട്ട് പോകത്തില്ല. 5 മിനിറ്റിന് വേണ്ടിയിട്ട് ആക്ടിങ് ചെയ്യുന്ന മൈൻഡ് ചെയ്യാണ്ടിരിക്കണം. കൊച്ചു പിള്ളേർ സ്വഭാവം എനിക്ക്